ഹായ് ഫ്രണ്ട്സ്, RRB അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ ഏകദേശം നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടിയതാണ്. എങ്കിലും ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്തതാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള CN വന്നിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടീസ് വന്നിട്ടുണ്ട്. ഇത് CN നമ്പർ 1/2024 ആണ് ഈ ഒരു എക്സാമിന് RRB ഇട്ടത്. കാറ്റഗറി നമ്പർ 1/2024. CN നമ്പർ എന്നാണ് നമ്മൾ റെയിൽവേയുടെ കേസിൽ പറയുക. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽഡ് അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. മൊത്തം 21 RRB ആണ് ഇന്ത്യയിലുള്ളത്. ഈ 21 RRBയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുള്ള ഈ 21 RRB വഴി ഓൾ ഓവർ ദി ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള എക്സെപ്റ്റ് കൊങ്കൺ റെയിൽവേ ആൻഡ് മെട്രോ ഇതിലേക്കുള്ള അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റുമാരുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റുമാരുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സാമിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ്. 20/1/2024 മുതലാണ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം ഒരു മാസക്കാലം അപ്ലിക്കേഷൻ പീരീഡ് തന്നിട്ടുണ്ട്. കാരണം ഇത് ഓൾ ഓവർ ഇന്ത്യ നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാൻഡിഡേറ്റ്സ് ഇതിന് അപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയിലെ വളരെ ഗ്ലാമർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സേഫ്റ്റി കാറ്റഗറി പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. ഫസ്റ്റ് സേഫ്റ്റി കാറ്റഗറി പോസ്റ്റാണ് ലോക്കോ പൈലറ്റ്. ആ ലോക്കോ പൈലറ്റിലേക്കുള്ള എൻട്രിയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ഓവർ ദി ഇന്ത്യയിൽ ഒരുപാട് പേര് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയും അപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്ന് ആദ്യമേ ഓർത്തിരിക്കുക. ഒരു മാസ കാലയളവിന് ശേഷം 19/2/2024 ഇതിൻ്റെ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. ത്രൂ ഓൺലൈനാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ചെയ്യുന്നത്. വേറെ ഓഫ്ലൈൻ പേപ്പർ വർക്കുകളൊന്നുമില്ല. ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോമാണ്. ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ആണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ല നമുക്ക് നോക്കാം. ഇനി 19 കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 10 ദിവസക്കാലം, അപ്രോക്സിമേറ്റ്ലി 10 ദിവസക്കാലം എന്തെങ്കിലും അപ്ലിക്കേഷനിലുള്ള കറക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ടൈം പീരീഡ്, കുറിക്കൂൾ ഓഫ് ടൈം പീരീഡ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകൾ എൻറ്റയർലി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലി ഓൺലൈൻ മോഡാണ്. ഒരു പേപ്പറും നമ്മൾ ഒരു RRBയിലേക്കും നമ്മൾ ഫിസിക്കലി അയക്കേണ്ടതില്ല. പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ കൊറിയറായിട്ടോ ഒന്നും അയക്കേണ്ടതില്ല. പ്യുവർ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോമാണ് RRBയുടെ അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഇനി പോസ്റ്റിനെ പറ്റി നോക്കാം. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആണ് പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആൻഡ് ടെക്നീഷ്യൻ എന്നും കൂടെ ഉണ്ടായിരുന്നു. അതായത് ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്കുള്ള അപ്ലിക്കേഷനും ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം നോട്ടിഫൈ ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിന് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷനും ടെക്നീഷ്യന് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷനാണ് ഉണ്ടാവുക. അപ്പോൾ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ JEEയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിന് മാത്രമായിട്ടാണ് ഇത്തവണ എക്സാം നടത്തുന്നത്. കഴിഞ്ഞ തവണ വളരെയധികം അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് RRB കഴിഞ്ഞ തവണ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തിയത്. അതുകൊണ്ടായിരിക്കാം ഒന്നാമത്തെ റീസൺ ALPയെ സെപ്പറേറ്റ് ചെയ്തത്. ടെക്നീഷ്യൻ എക്സാമിൽ നിന്നും ടെക്നീഷ്യൻ ALP സെപ്പറേറ്റ് ചെയ്യാനുള്ള കാരണം. ഇത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് ലെവൽ 2 ഗ്രേഡിലുള്ള ഒരു പോസ്റ്റാണ്. അതായത് 19,900 ഇനീഷ്യലി ബേസിക് പേ വരുന്നത്. ഈ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന് മുമ്പ് ഒരു 4 മാസം മുമ്പ് നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, തയ്യാറാവുന്നുണ്ട് എന്നതിനൊക്കെ ബന്ധപ്പെട്ടും അതിൻ്റെ സാലറിയെ പറ്റിയും ജോലിയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ നമ്മളൊരു വലിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഈ 19,900 എന്താണ് മീനിങ് എന്നും അതുമായി ബന്ധപ്പെട്ട DAയും എല്ലാം കഴിഞ്ഞ് നമുക്ക് എത്ര കയ്യിൽ സാലറി കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്, A1 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് നമുക്ക് റെയിൽവേയിൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് വേണ്ടത്. ദ ബെസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യൻ റെയിൽവേസ് എന്നാണ് A1 പറ്റി പറയുക. അതായത് ഫിസിക്കലി എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഫിറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ കുറേ മെഡിക്കൽ ടെസ്റ്റുകളും ഇതിന് A1 ഉണ്ട്. A1ൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ അവിടെ ചെയ്തതാണ്. പക്ഷേ എങ്കിലും ഈ A1 എന്താണെന്നുള്ളത് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് പറയാം. ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ് വരെയാണ്. ആസ് ഓൺ 1 ജൂലൈ 2024. 1/7/2024 നിങ്ങൾക്ക് മിനിമം 18 വയസ്സും മാക്സിമം 30 വയസ്സും ആയിരിക്കണം ഇത് അപ്ലൈ ചെയ്യാൻ ഉണ്ടായിരിക്കേണ്ടത്. ഈ 30 വയസ്സ് എന്നുള്ളതിൽ ചില എക്സംഷൻസ് ഉണ്ട്. അതായത് എക്സംഷൻസ് എന്ന് പറയുന്നത് നോർമലി ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള കാറ്റഗറി വൈസ്, കമ്മ്യൂണിറ്റി വൈസുള്ള എക്സംഷൻസ് എല്ലാം ഇതിന്
ബാധകമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ വാക്കൻസി എന്ന് പറയുന്നത്. ഇത്തവണ വെറും 5696 വാക്കൻസിയാണ് റെയിൽവേ റിപ്പോർട്ട് ചെയ്തത്. ഞാൻ വെറും 5696 എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ തവണ ഇനീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇട്ട സമയത്ത് അപ്രോക്സിമേറ്റ്ലി 19,000 വാക്കൻസിയും പിന്നീട് അത് 64,000 വാക്കൻസിയിലേക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ 19,000 എന്നും 5,000 എന്നും പറയുന്നത് ഏകദേശം 5,500 6,000-ഓളം വാക്കൻസി എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത്തവണത്തെ നോട്ടിഫിക്കേഷന് വളരെ വാക്കൻസിയുടെ എണ്ണം വളരെ കുറവാണ്. ഇത് ഒരുപക്ഷെ വാക്കൻസി ഇൻക്രീസ് ചെയ്തേക്കാം. സേഫ്റ്റി കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു പോസ്റ്റ് വാക്കൻ്റാക്കി ഇടാക്കി പറ്റില്ല. കാരണം ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടില്ല. ഓട്ടോമേറ്റഡ് സിസ്റ്റം ഒന്നും അല്ല ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. മെട്രോ പോലെയുള്ള സിസ്റ്റംസ് ഒന്നും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് വാക്കൻ്റാക്കി ഇടാൻ പറ്റുന്നൊരു പോസ്റ്റ് അല്ല. അതുകൊണ്ട് എത്ര വാക്കൻസി നിലവിലുണ്ടോ അത്രയും വാക്കൻസി ഫില്ല് ചെയ്തിരിക്കും. അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് വരെയുള്ള വാക്കൻസികളെല്ലാം ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും റിക്രൂട്ട്മെന്റ് ഉണ്ടാവുക. കഴിഞ്ഞ തവണ ഇട്ട ലിസ്റ്റിൽ നിന്നും മെയിൻ ലിസ്റ്റിൽ നിന്നും ആളെ എടുത്തിട്ടുണ്ട്, റിസർവ് ലിസ്റ്റിൽ നിന്ന് ആളെ എടുത്തിട്ടുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നൊക്കെ ആളെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്കൻസി എന്ന് പറയുന്നത് ആരും കണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത് സേഫ്റ്റി കാറ്റഗറി ആയതുകൊണ്ട് തന്നെ എത്ര ആക്ച്വൽ വാക്കൻസി ഉണ്ടോ അത്രയും വാക്കൻസികൾ ഇന്ത്യൻ റെയിൽവേ ഫില്ല് ചെയ്യുക തന്നെ ചെയ്യും. പിന്നീട് ഒരു മോഡിഫിക്കേഷൻ, ഒരു അമെൻമെൻറ്റ് ഇതിനകത്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വാക്കൻസി 5696 നിലവിൽ റിപ്പോർട്ട് ചെയ്തതെന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് ആർക്ക് അപ്ലിക്കബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ പറഞ്ഞിരുന്നു A1 സ്റ്റാൻഡേർഡിലാണ്. ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ നിലവിൽ ഒരു ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ല. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള 19/2/2024 നിങ്ങൾ ഈ ഒരു എക്സാമിനുള്ള മിനിമം ക്വാളിഫിക്കേഷനായ ITI പാസ്സായിരിക്കണം. ഇത് റിസൾട്ട് വെയിറ്റിങ്ങോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എക്സാമുകളുടെ റിസൾട്ട് വെയിറ്റിങ്ങോ ഉള്ള ആളുകൾക്ക്, എക്സാം അപ്പിയർ ചെയ്ത് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന ഡേറ്റിൽ, അതായത് 19/2/2024 നിങ്ങൾ ഈ എക്സാമിനുള്ള ക്വാളിഫൈ ചെയ്തിരിക്കണം. അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ മൊത്തം 21 RRBകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 21 RRBകളിൽ ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ലോക്കോ പൈലറ്റുമാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 21 RRBകളുണ്ട്, നിങ്ങൾക്ക് പല സ്ഥലത്തും അപ്ലൈ ചെയ്യാം എന്നൊക്കെ അവർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് വിലക്കെടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര RRBകളുണ്ടോ അന്ന് ഏതൊക്കെ RRB എക്സാം വിളിച്ചിരുന്നോ അതാത് RRBകളിലേക്ക് സെപ്പറേറ്റ് നമുക്ക് അപ്ലിക്കേഷൻ അയക്കാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നോട്ടിഫിക്കേഷൻ, കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയായിരുന്നു. ഒരു RRBയിലേക്ക് ഒരു അപ്ലിക്കേഷൻ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. സപ്പോസ് നിങ്ങൾ തിരുവനന്തപുരം RRBയിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരു RRBയിലേക്ക് രണ്ടാമതൊരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു RRBയിലേക്ക് ഒരു അപ്ലിക്കേഷൻ, അതായത് ഇന്ത്യയിലാകെ ഏതെങ്കിലും ഒരു RRB നിങ്ങൾ സെലക്ട് ചെയ്യണം. ഏത് RRB ആണോ നമ്മൾ എക്സാം എഴുതുന്നത് ആ RRB ഫിക്സ് ചെയ്തതിന് ശേഷം അവിടേക്ക് മാത്രമേ അപ്ലിക്കേഷൻ അയക്കാൻ പാടുള്ളൂ. വേറെ ഒരു RRBയിലേക്കും അപ്ലിക്കേഷൻ അയക്കാൻ പാടില്ല. RRB എന്താ നിങ്ങൾക്ക് അറിയണം, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. ഇവരാണ് റെയിൽവേയിലേക്ക് കാൻഡിഡേറ്റ്സിനെ എക്സാം നടത്തി ലിസ്റ്റ് കൊടുക്കുന്നത്. അത്രയും വരെയുള്ള പ്രോസസ്സാണ് RRB ചെയ്യുക. പിന്നീടുള്ള അപ്പോയിൻമെന്റുകളെല്ലാം റെയിൽവേ അതാത് സോണുകളിൽ നിന്നാണ് അപ്പോയിൻമെന്റ് എല്ലാം വരുന്നത്. അപ്പോൾ ഒരു RRBയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. അത് ഏത് RRB വേണം എന്നുള്ളത് നിങ്ങൾക്കുള്ള തീരുമാനമാണ്. ജിയോഗ്രഫി നോക്കുക, അതേപോലെ തന്നെ വാക്കൻസി നോക്കുക, അതേപോലെ കോമ്പറ്റീഷൻ നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏത് RRB ആണ് നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അതെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി 19/2/2024 ഫുൾഫിൽ ആയിരിക്കണം. രണ്ടാമത്തത് RRB, ഒരു RRBയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞതാണ് 1/7/2024 18 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു RRB 21 RRB ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 21 RRBയിൽ നിങ്ങൾ ഏത് RRB ആണോ ചൂസ് ചെയ്യുന്നത് ആ RRBയിൽ അണ്ടറിലുള്ള സോണുകളിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ അവർ കൊടുക്കുക. പക്ഷേ 90% മാത്രമാണ് അത്. ഇതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഏതെങ്കിലും RRBയിൽ എക്സസ് വേക്കൻസി വരികയും അവർക്ക് ഫില്ല് ചെയ്യാനുള്ള കാൻഡിഡേറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് RRBകളിൽ നിന്ന് കാൻഡിഡേറ്റിനെ എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ അവർക്കുണ്ട്. എങ്കിലും നിങ്ങൾ ഏത് RRB ആണോ എക്സാം എഴുതുന്നത് ആ RRBയുടെ അണ്ടറിൽ ഏതൊക്കെ ഡിവിഷനിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സോണിലേക്കാണോ
റിക്രൂട്ട്മെന്റ് നടക്കുക. അതാത് സോണുകൾക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നത്. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം RRBയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തിരുവനന്തപുരം RRB ചെയ്യുന്നത് ഒന്ന് പാലക്കാട് ഡിവിഷൻ, അതേപോലെ തന്നെ ട്രിവാൻഡ്രം ഡിവിഷൻ, മധുര ഡിവിഷൻ, ഈറോഡ് ഡിവിഷൻ, ഇത്രയും ഡിവിഷനുകൾക്കാണ് സദേൺ റെയിൽവേയുടെ ഇത്രയും ഡിവിഷനുകൾക്കാണ് തിരുവനന്തപുരം RRB എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 4 ഡിവിഷനുകളിൽ ഏതെങ്കിലും ഒരു ഡിവിഷനിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് കൈമാറുന്നത് അതാത് റിവിഷൻ അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് RRB ചൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ചൂസ് ചെയ്യാം. ഇനി അപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ക്രൈറ്റീരിയ ഒന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ സ്വന്തമായിട്ടൊരു ഇമെയിൽ ID, ഇത് രണ്ടും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. ഇത് നിങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ RRB നടത്തുന്നത് ഇമെയിൽ വഴിയും മൊബൈൽ നമ്പർ വഴിയും മാത്രമായിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജ് വരും, അതല്ലെങ്കിൽ ഇമെയിൽ വഴി ഇമെയിൽ വരും. അല്ലാതെ RRB നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് പോസ്റ്റലായിട്ട് അയക്കുകയോ ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്റ്റേജിൽ അപ്പോയിൻമെന്റ് ഓർഡർ ഒഴിച്ച് ബാക്കിയെല്ലാം ത്രൂ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ വഴിയായിരിക്കും കമ്മ്യൂണിക്കേഷൻ. ഈവൻ അപ്പോയിൻമെന്റ് ഓർഡർ പോലും ഇമെയിൽ വഴിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എങ്കിലും ഒരു ഹാർഡ് കോപ്പി അപ്പോയിൻമെന്റ് ഓർഡർ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഓർഡർ പോസ്റ്റലായി കിട്ടുമെങ്കിലും എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വരില്ല. ഈ മൊബൈൽ നമ്പറോ നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ IDയിലൊക്കെ ആയിരിക്കും മുഴുവൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ IDയും കൃത്യമായിട്ട് RRBക്ക് സബ്മിറ്റ് ചെയ്യണം. ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഒരു കാരണവശാലും നിങ്ങൾക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാനും പറ്റുന്നതല്ല. മറ്റ് കാര്യങ്ങളെല്ലാം എക്സാമിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ചെയ്ത എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീട് തെറ്റാണ് എന്ന് തോന്നിയിട്ട് തിരുത്തണം എന്നുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും. പക്ഷേ മൊബൈൽ നമ്പറും ഇമെയിലും നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അതേപോലെ നിങ്ങൾ ഓരോ കറക്ഷനും 250 രൂപ കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അത് കറക്ഷൻ ചെയ്യാൻ പറ്റൂ. സപ്പോസ് നിങ്ങളുടെ പേര് ചെയ്യുന്ന സമയത്ത് പേര് തെറ്റിപ്പോയി, നിങ്ങൾ പേര് മാറ്റണം. ആ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ 250 രൂപ കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തെറ്റ് വരുത്താതെ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർമാറ്റ്. ഇനി ആപ്ലിക്കേഷൻ ഫോം വന്നിട്ടില്ല, നാളെ വരുള്ളൂ. ആപ്ലിക്കേഷൻ ഫോം വന്നിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്, ഇതിന് 3 എക്സാമുകളാണുള്ളത്. ഒന്ന് CBT 1, അതേപോലെ രണ്ടാമത്തെ സ്റ്റേജാണ് CBT 2, മൂന്നാമത്തതാണ് CBAT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. CBT 1 മൊത്തം അപ്ലിക്കേഷൻസിൻ്റെ എണ്ണത്തിനനുസരിച്ചല്ല, മൊത്തം വാക്കൻസി അനുസരിച്ച്. ഇപ്പോൾ 5696 എന്ന് പറയുന്ന വാക്കൻസി ഉണ്ട്. ഈ 5696ന്റെ 15 മടങ്ങ് ആളുകളെ CBT 1 ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എത്ര അപ്ലിക്കേഷൻ ഉണ്ടോ അത്രയും. കഴിഞ്ഞ വർഷം ഏകദേശം 64 ലക്ഷത്തോളം അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് എത്രയാണോ റിപ്പോർട്ട് ചെയ്ത വാക്കൻസി, ആ വാക്കൻസിയുടെ 15 മടങ്ങ്. അപ്പോൾ ഈ 15 മടങ്ങ് ലിസ്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ എക്സാമിന് മുമ്പ് എന്തായാലും വാക്കൻസിയുടെ ഒരു അമെൻമെന്റ് പബ്ലിഷ് ചെയ്യും. CBT 1 നടക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്തായാലും അമെൻമെന്റ് ഇറക്കുന്നതായിരിക്കും. കാരണം പിന്നീട് അവർക്ക് ഇത് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്കൻസി അവരെന്തായാലും കൂട്ടുന്നുണ്ടെങ്കിൽ അത് CBT 1 മുമ്പ് തന്നെ കൂട്ടും. അപ്പോൾ 15 മടങ്ങ് ആളുകളെയാണ് CBT 1 നിന്നും CBT 2 സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് അങ്ങോട്ട് 2 മടങ്ങ് ആളുകളെയാണ് CBT 2 നിന്നും CBAT സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഈക്വൽ നമ്പർ ഓഫ് വാക്കൻസി ആളുകളെയാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് CBT 1 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് എക്സാം ഉണ്ടാവും. അതൊരു സ്ക്രൂട്ടണി എക്സാമിനേഷൻ മാത്രമാണ്. രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് CBT 2 ആണ്. CBT 2 ആണ് നമ്മുടെ മെയിൻ എക്സാം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ എക്സാമിന് ആദ്യത്തെ 2 സ്റ്റേജിന് CBT 1 നും 2 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RRBയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് RRB മാത്രമാണ് നടത്തുന്നത്. RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്നതല്ലാത്ത ഇൻഫർമേഷൻസ് ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഏറ്റവും കൂടുതൽ ഫേക്ക് ഡീറ്റെയിൽസ് എല്ലാം ഈ റെയിൽവേയുടെ പേരിലും RRBയുടെ പേരിലും വരുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു RRB നോട്ടിഫിക്കേഷൻ ഒരു 5 മാസം മുമ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പത്ര കട്ടിങ് നിങ്ങൾക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. അത് ഫേക്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ RRB വെബ്സൈറ്റുകൾ, ഏത് RRBയിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ.
വേറെ ഒരു രീതിയിലും നിങ്ങൾ ഇതിലെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. RRBയിൽ നിന്നുള്ള വെബ്സൈറ്റിൽ നിന്നും RRBയിൽ നിന്നുള്ള മെയിലുകളും മാത്രമേ ഒതൻറ്റിക് ആയിട്ടുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കും. ഇനി നിങ്ങൾക്ക് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ക്ലോസിംഗ് ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് ഒഫീഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് SC/ST കാറ്റഗറി, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. എക്സാം എഴുതാൻ വേണ്ടിയിട്ട് SC/ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് അവർ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ സ്റ്റേജിലും തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC/ST സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ നിങ്ങൾ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്തും അതിന് കൂടെ നിങ്ങൾക്കൊരു ട്രാവൽ പാസ് വരും. ആ ട്രാവൽ പാസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ RRBയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഇമെയിൽ ഐഡിയും ഒരു ഫോൺ നമ്പറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ID എന്ന് പറയുന്നത് rbhelp@cesc.gov.in എന്നും ഫോൺ നമ്പർ 9592001188. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇത് എത്രത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയില്ല, കാരണം ഓൾ ഇന്ത്യ ലെവലിൽ ഒറ്റ ഫോൺ നമ്പർ മാത്രമേ കൊടുത്തത്. അപ്പോൾ അത്രയും ആളുകൾ അത് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഇതിന് A1 സ്റ്റാൻഡേർഡ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണമെന്ന് പറഞ്ഞു. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്ട് എന്നാണ് പറഞ്ഞത്. ജനറൽ ഫിറ്റ്നസ്, അതായത് നിങ്ങൾക്ക് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിക്യാപ്ഡ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, നിങ്ങളുടെ മോട്ടോർ ആക്ഷൻസും എല്ലാം ഫിസിക്കലി 100% ഫിറ്റ് ആയിരിക്കണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ. ഈ ജനറൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ അവർ സ്വാഭാവികമായിട്ടും അവരെല്ലാം ചെറിയ ഈ മോട്ടോർ ആക്ഷൻ മൂവ്മെന്റ് എല്ലാം ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ യൂണിഫോം ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പോലെ ഒരുപാട് സ്പോർട്സ് ഫിസിക്കൽ ടെസ്റ്റുകളൊന്നുമില്ല. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും. ഒരുപക്ഷെ നിങ്ങളോട് 2 സ്റ്റെപ്പ് നടക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു 50 മീറ്റർ വെറുതെ ഓടാൻ പറയും. അത് ടൈമിംഗ് ഒന്നും വെച്ചിട്ടല്ല, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുഷപ്പ് എടുക്കാൻ പറയും, അല്ലെങ്കിൽ സിറ്റപ്പ് എടുക്കാൻ പറയും. അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് നിങ്ങളുടെ മോട്ടോർ ആക്ഷൻസ് എല്ലാം ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണ് എന്നറിയാൻ വേണ്ടി മാത്രമാണ്. അതോടൊപ്പം ഇതിൻ്റെ കൂടെ നിങ്ങളുടെ നോർമൽ ജനറൽ ടെസ്റ്റുകൾ, അതായത് യൂറിന്, ബ്ലഡ്, എക്സ്റേ, ECG പോലെയുള്ള ജനറൽ ടെസ്റ്റുകളെല്ലാം ഇതിനകത്ത് ചെയ്യും A1 ഫിറ്റ്നസ്സിൽ. ഇതിലെല്ലാം നോർമലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് വിഷൻ സ്റ്റാൻഡേർഡാണ്. ഈ AIP കാറ്റഗറിക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വിഷൻ സ്റ്റാൻഡേർഡാണ്. അതായത് കണ്ണിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും നിങ്ങളുടെ കണ്ണിന് ഉണ്ടാകാൻ പാടില്ല. ഇവിടെയുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ചിലപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ദി ഡോക്ടർ, ഡിപ്പെൻസ് അപ്പോൺ ദി അതോറിറ്റി. ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സംഷൻസ് കിട്ടിയേക്കാം, കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. കിട്ടും എന്നല്ല, നിങ്ങൾ ഇത് ഒരിക്കലും ജനറൽ ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ചിലപ്പോൾ യൂറിനകത്ത് ബ്ലഡിനകത്ത് വളരെ മൈന്യൂട്ട് വേരിയേഷൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സെപ്ഷൻസ് കിട്ടിയേക്കാം. ബട്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് എക്സെപ്ഷൻസ് കിട്ടാത്ത ഒരു ഏരിയ ആണെന്ന് നിങ്ങളുടെ കണ്ണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കണ്ണ് ഓക്കെ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇവിടെയുള്ള ഈ ജനറൽ ഫിറ്റ്നസ് എല്ലാം നമുക്ക് എക്സാം അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിന് മുമ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ഷുഗറിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട്, പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട്, കൊളസ്ട്രോൾ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട്, അതുപോലെയുള്ള അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റിന് മുമ്പേ നമുക്ക് റെക്ടിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ കണ്ണുമായി ബന്ധപ്പെട്ട ഒന്നും നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അഥവാ നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ലാസിക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഎലിജിബിൾ ആണ്. ഒരു തരത്തിലുള്ള സർജറിയും കണ്ണുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം, നിങ്ങൾ 3 സ്റ്റേജും കഴിഞ്ഞിട്ടാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ സ്റ്റേജിലേക്ക് പോവുക. അവിടെ വെച്ച് ഒരുപക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, തള്ളപ്പെടും. അത്രയും കടമ്പകൾ കടന്നിട്ട് അവസാനത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് തള്ളാൻ ഒരു കാരണക്കാരൻ നിങ്ങളുടെ കണ്ണാവരുത്. കാരണം ഇത് നിങ്ങൾക്ക് പറ്റിയ പോസ്റ്റ് അല്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പോസ്റ്റിൽ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ കണ്ണ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആദ്യം ഉറപ്പുവരുത്തുക നിങ്ങൾ എലിജിബിൾ ആണ്, ഈ എക്സാം എഴുതാൻ എലിജിബിൾ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം. കാരണം പലരും അവസാനത്തെ ഈ മെഡിക്കൽ സ്റ്റേജിൽ കണ്ണിൽ ലാസിക് സർജറി ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് അറിയില്ലായിരുന്നു ലാസിക് സർജറി ചെയ്താൽ പ്രശ്നമാണ് എന്നുള്ളത്. പക്ഷേ ലാസിക് സർജറി ചെയ്താൽ ഇത് എലിജിബിൾ അല്ല എന്ന് ഓർത്തിരിക്കുക. അത് കണ്ണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കാതെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് ചെയ്യേണ്ട കാര്യം. അതായത് ഡിസ്റ്റന്റ് വിഷൻ 6/6 ഉണ്ടായിരിക്കണം, വിത്തൗട്ട് ഗ്ലാസ്, കണ്ണട വെക്കുന്ന ആളാവരുത്. നിയർ വിഷൻ 0.6 അതും വിത്തൗട്ട് ഗ്ലാസ് ആണ്. പിന്നെ കളർ ബ്ലൈൻഡ്നസ് ടെസ്റ്റ് ഉണ്ട്, ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് ഉണ്ട്, വിഷൻ ഓഫ് ഫീൽഡ് വിഷൻ ഉണ്ട്, നൈറ്റ് വിഷൻ ഉണ്ട്, മീസോസ്കോപ്പി വിഷൻ ഉണ്ട്. കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ ടെസ്റ്റുകളും റെയിൽവേ ചെയ്യും. അത് നല്ല വൃത്തിക്ക് ചെയ്യുകയും ചെയ്യും. കാരണം
കണ്ണാണ് ഈ പോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിഗ്നൽ വിസിബിലിറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ കൃത്യമായിട്ട് A1 സ്റ്റാൻഡേർഡിൻ്റെ മുഴുവൻ പ്രൊസീജിയേഴ്സും മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ IRMM, ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മാനുവൽ നിങ്ങൾക്ക് റെയിൽവേയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാർഡ് കിട്ടും. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്യാം. ഇനി എക്സ് സർവീസ് മെന്നെ ചെറിയ മെഡിക്കൽ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് പാര 534 ഇതേ മാനുവലിൻ്റെ പാരഗ്രാഫ് 534 ഉണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം എക്സ് സർവീസ് മെൻസിൻ്റെ കാര്യം അത് ആപ്ലിക്കേഷൻസ് കുറച്ച് കുറവായിരിക്കും, അതുകൊണ്ടാണ് ജനറൽ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇനി ഇത് എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ ഒന്നെങ്കിൽ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ഏതെങ്കിലും ഒരു സിറ്റിസൺ ആയിരിക്കണം. എന്തായാലും ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു. ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് നോർമൽ റിലാക്സേഷൻ ബാധകമാണ്. അതായത് SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും നോൺ ക്രിമിനൽ ആണെങ്കിൽ, എക്സ് സർവീസ് മെന്നിനെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 3 വർഷവും OBC നോൺ ക്രിമിനലിന് 6 വർഷവും SC/STക്ക് 8 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 കാറ്റഗറിയിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ ഏതാണോ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 18 to 30 ആണ്. അതായത് 2006 ശേഷം ജനിച്ചവർക്ക് പറ്റില്ല. 2006 94 മുമ്പ് ജനിച്ചവർക്കും പറ്റില്ല ജനറൽ കാറ്റഗറി ആണെങ്കിൽ. അതേപോലെ 91 മുമ്പ് ജനിച്ചവരാണെങ്കിൽ OBCക്ക് പറ്റില്ല. SC/STക്ക് 1989 ആണ് അപ്പർ ഏജ് ലിമിറ്റ്. നെക്സ്റ്റ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 19/2/2024 നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ക്വാളിഫിക്കേഷനെ പറ്റി ഒരു ടേബിൾ നമുക്ക് താഴെ വരുന്നുണ്ട്. ദെൻ കാറ്റഗറി ഫീസ്. ഈ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഈ 500 രൂപയിൽ നിന്ന് 400 രൂപ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഫസ്റ്റ് CBT 1 നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീഫണ്ട് ചെയ്ത് തരും. അതായത് നിങ്ങൾ ഫസ്റ്റ് എക്സാം ആപ്ലിക്കേഷൻ കൊടുത്തു, നിങ്ങൾ CBT 1 അറ്റൻഡ് ചെയ്താൽ അതിൽ 400 രൂപ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തരും. അതിനുള്ള അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങൾ അതിൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഫുള്ള് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആക്ച്വലി 100 രൂപയേ ഉള്ളൂ. ബട്ട് 500 രൂപ നമ്മൾ ആദ്യം അടയ്ക്കണം. ബാക്കി 100 രൂപ അവരെടുത്തിട്ട് 400 രൂപ നമുക്ക് എക്സാം എഴുതിയാൽ മാത്രം തിരിച്ചു തരും. ആദ്യത്തെ എക്സാം എഴുതിയാൽ മാത്രം. ഇനി ഫീസിലും എക്സെപ്ഷൻസ് ഉണ്ട്. SC/ST, എക്സ് സർവീസ്മെന്, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി, EWS അല്ല EBC കാറ്റഗറിക്കൊക്കെ ഫീസ് എക്സെപ്ഷൻ ഉണ്ട്. 250 രൂപയാണ്. ഇതിലും ഈ 250 രൂപയും നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എഴുതി കഴിഞ്ഞാൽ തിരിച്ചു തരുന്നതായിരിക്കും. മൊത്തം ഫീസും 250 രൂപയും ഫസ്റ്റ് സ്റ്റേജ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇനി ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ത്രൂ ചലാൻ ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് UPI യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. ഇനി റിസർവേഷൻ ടൈപ്പും കാറ്റഗറിയൊക്കെയാണ്. അത് കൂടുതലായിട്ട് ഞാനത് പറയുന്നില്ല. ഓരോ റിസർവേഷനും അതാത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾക്ക് അവരുടെ റിസർവേഷൻ ഡീറ്റെയിൽസ് അവർക്ക് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുണ്ടെങ്കിൽ ഈ പേജ് 6, 7 ഒക്കെ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. ദെൻ ഡീറ്റെയിൽഡ് ഈ നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് വായിച്ചിട്ട് അപ്ലിക്കേഷൻ ചെയ്യുന്നതാണ് ബെസ്റ്റ്. കാരണം അപ്ലിക്കേഷൻ നിങ്ങൾ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. 1 മാസം സമയം നമുക്കുണ്ട്. ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് CBT 1, CBT 2, CBAT, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇങ്ങനെ 5 സ്റ്റേജാണ് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. CBT 1 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് എക്സാം മാത്രമാണ്. ഇതൊരു ഷോർട്ട് ലിസ്റ്റ് CBT 2ലേക്ക് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള എക്സാമാണ് CBT 2. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഒരു സ്റ്റേജിലും CBT 1ന്റെ മാർക്ക് കൗണ്ട് ചെയ്യുന്നതല്ല. CBT 1, the marks of CBT 1 shall not be counted while preparing the final panel. CBT 1 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. അതിന് മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് CBT 2ൽ ശേഷമുള്ള അല്ലെങ്കിൽ ഫൈനൽ ലിസ്റ്റ് ഇടുന്ന സമയത്ത് പരിഗണിക്കുന്നതല്ല. കാരണം ഇതിൽ ആദ്യത്തെ 15 മടങ്ങ് ആളുകളെ പെടുത്തുക എന്നുള്ളത് മാത്രമാണ് CBT 1ന്റെ പർപ്പസ്. അതായത് സ്ക്രീനിങ് മാത്രമാണ്. CBT 2ലേക്കുള്ള ഒരു സ്ക്രീനിങ് മാത്രമാണ് CBT 1. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇനി CBT 1ന്റെ ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് എക്സാം ഉണ്ടാവുക. 75 ക്വസ്റ്റ്യൻ ആണ് CBT 1ൽ ഉണ്ടാവുന്നത്. 75 ക്വസ്റ്റ്യന് 75 മാർക്ക്. ഒരു റോങ് ആൻസറിന് 1/3 മാർക്ക് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഈ CBT 1ന് നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 15 മടങ്ങ് ആളുകളെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളത്. എങ്കിലും ഈ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് 40% ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്ക് 40% മാർക്ക് മിനിമം വേണം. ഇനി ആ 15 മടങ്ങിൽ വന്നില്ലെങ്കിൽ കൂടെ ഈ 40% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ CBT 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 40 ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് CBT 2 കിട്ടണം എന്നുമില്ല. 2 കണ്ടീഷനാണ്. ഒന്ന്, മിനിമം 40 മാർക്ക് നിങ്ങൾക്ക് വേണം. 40% മാർക്ക് മിനിമം വേണം. എങ്കിൽ മാത്രമേ, സപ്പോസ് ഇപ്പോൾ വിചാരിക്കുക 15 മടങ്ങ് ആളുകൾ ലിസ്റ്റിൽ വരുന്നത് ഒരാൾക്ക് 30% മാർക്കാണെങ്കിൽ അയാൾ എലിജിബിൾ അല്ല. 40% മിനിമം ഉണ്ടെങ്കിലേ CBT 2ലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ. അതും
വാക്കൻസിയുടെ 15 മടങ്ങിനുള്ളിലായിരിക്കുകയും വേണം. നോൺ ക്രിമിനൽ OBC ആണെങ്കിൽ 30%, SC/ST ആണെങ്കിൽ SC 30%, ST 25%. ഇത് മിനിമം മാർക്കാണ്. പക്ഷേ ഈ മിനിമം മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾ ലിസ്റ്റ് കയറിയിട്ടില്ല എന്നുള്ള പരാതി പറയാൻ പറ്റില്ല. കാരണം 15 ടൈംസ് എടുക്കുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് മേലെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സിലബസിൽ ഒന്ന് വരുന്നത് മാത്സ് ആണ്, രണ്ടാമത് മെൻ്റൽ എബിലിറ്റി ആണ്, മൂന്നാമത്തത് ജനറൽ സയൻസ് ആണ്, നാലാമത്തത് ജനറൽ അവയർനെസ് ആണ്. ഈ 4 കാര്യങ്ങളാണ് CBT 1 വരുന്നത്. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇനി CBT 2 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ എക്സാം ആണ്. ഇതിന് 2 പാർട്ടായിട്ടാണ് എക്സാം ഉണ്ടാവുക, പാർട്ട് A ആൻഡ് പാർട്ട് B. ഈ CBT 2ലേക്ക് 15% ആളുകളെ വരുള്ളൂ എന്ന് പറഞ്ഞു. ഈ CBT 2ൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നമ്മുടെ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് പാർട്ട് എയുടെ മാർക്ക് മാത്രം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. മാത്രം വെച്ചിട്ടല്ല, ഈ പാർട്ട് എയുടെ ലിസ്റ്റും പ്ലസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മാർക്കും കൂട്ടിയിട്ട്. ഇതിൻ്റെ പാർട്ട് B മാർക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യുന്നതല്ല. അതും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റ് പോലെയാണ് പാർട്ട് B വരുന്നത്. പാർട്ട് ബിയുടെ മാർക്ക് ഫൈനൽ ലിസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല, RRB കൺസിഡർ ചെയ്യില്ല. പാർട്ട് എയുടെ മാർക്കും പ്ലസ് CBTയും, അതായത് നിങ്ങൾ പാർട്ട് A ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പാർട്ട് ബിയിൽ മിനിമം മാർക്ക് അക്യൂർ ചെയ്താൽ മതി. അത് ഇതിലിപ്പോൾ നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടിയിട്ടും പ്രത്യേകിച്ച്, അല്ലെങ്കിൽ 100% മാർക്ക് കിട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ബട്ട് പാർട്ട് എയിൽ എത്ര മാർക്ക് ഉണ്ടോ അത്രയും മേലെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലെത്തും. കാരണം ഇത് ഞാൻ പാർട്ട് എ പറയാൻ കാരണം CBATക്കും അതേപോലെ തന്നെ ഒരു കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ CBAT ക്വാളിഫൈ ചെയ്യുള്ളൂ. ഇനി പാർട്ട് എ പാർട്ട് ബി 2 പാർട്ട് ഉണ്ടാവും. ഇത് 2.5 മണിക്കൂറിനുള്ള എക്സാം ആണ്. 175 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻസ് പാർട്ട് എയും, 60 മിനിറ്റ് 75 ക്വസ്റ്റ്യൻ പാർട്ട് ബിയും. ഇത് രണ്ടും ഒരു എക്സാമിന് ഒരുമിച്ച് ഒറ്റ എൻട്രിയിൽ നിങ്ങൾ കയറും. ആദ്യത്തെ 90 മിനിറ്റ് എന്ന് പറയുന്നത് പാർട്ട് എ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിന് ശേഷം അടുത്ത പാർട്ട് വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരുമിച്ചായിരിക്കും പാർട്ട് എ പാർട്ട് ബി ഉണ്ടാവുക. അത് എങ്ങനെയാണ് RRB പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയില്ലെങ്കിലും ഒറ്റ എക്സാം ആയിരിക്കും. ഒരു എക്സാമും ഒറ്റ സിറ്റിങ്ങിൽ 2.5 മണിക്കൂറിൽ ഒറ്റ സിറ്റിങ്ങിൽ നിങ്ങൾ ആ 2 പാർട്ടും എക്സാം ആയിരിക്കും എഴുതുക. അതിലും അതേപോലെ തന്നെ 1/3 മാർക്ക് ഉണ്ട്. കറക്റ്റിന് 1 മാർക്കും 1/3 മാർക്ക് വേണം. ഇനി പാർട്ട് എയിലും ഇതേപോലെ പെർസെൻറ്റേജ് ഓഫ് എലിജിബിലിറ്റി മിനിമം ഉണ്ട്. EWSന് 40%, OBC 30%, SC 30%, ST 25%. ഇത് മിനിമം എലിജിബിലിറ്റിയാണ്. ഇനി പാർട്ട് എ ഞാൻ പറഞ്ഞു, പാർട്ട് എയിലെ മാർക്ക് മാത്രമാണ് എന്തിന് നോക്കുക, ഇതിനെ നോക്കുക. പാർട്ട് ബി എന്ന് പറയുന്നത് 35% മാർക്ക് മാത്രം മതി നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പാർട്ട് ബിയിൽ 35% മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിൽ ക്വാളിഫൈ ചെയ്യാം, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം, CBATയിലേക്ക് പോവാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് എ. അപ്പോൾ പാർട്ട് എ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ പാർട്ടാണ്. അപ്പോൾ ടെക്നിക്കൽ അധികം കോൺസെൻട്രേഷൻ ആവശ്യമില്ല എന്നാണ് ഒറ്റയടിക്ക് ഒറ്റ വാക്കിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ജനറൽ നോളജിൽ ജനറൽ പേപ്പറിനകത്ത് ഫോക്കസ് ചെയ്യുക. അതായത് പാർട്ട് എയിൽ വരുന്നത് നേരത്തെയുള്ള സിലബസ് തന്നെയാണ്. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇത് പാർട്ട് CBT 1 എഞ്ചിനീയറിംഗ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് കൂടെ കൂട്ടിയിട്ട് പാർട്ട് എ ഉണ്ടാക്കിയതാണ് CBT 2. ഇനി പാർട്ട് ബി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രീം യു ആർ ചൂസിങ്. ഏത് സ്ട്രീമാണോ നിങ്ങൾ അപ്പിയർ ചെയ്യുന്നത് അതനുസരിച്ച് സിലബസ് മാറും. അതിൻ്റെ ഡീറ്റെയിൽ സിലബസ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് ഈ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പിന്നീട് ചെയ്യാം. ഇപ്പം ഞാൻ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇനി അതിന് വേരിയസ് സിലബസ് ആണെന്ന് പറഞ്ഞു. ആ ഓരോ കാറ്റഗറി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിലുള്ള ഒന്നുകിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഈ 4 ബ്രാഞ്ചും അതുമായി ബന്ധപ്പെട്ട അലൈഡ് ട്രേഡുകൾക്ക് മാത്രമേ ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടർ സയൻസുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റില്ല. കൃത്യമായിട്ട് ഇതിനകത്ത് ബ്രാഞ്ചുകൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൃത്യമായിട്ട്. പക്ഷേ ഇത്തവണ കൃത്യമായി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഈ 4 ബ്രാഞ്ചിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. സിവിൽ എഞ്ചിനീയറിംഗുകാർക്കൊന്നും ഇത് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതുമായി അലൈഡ് ട്രേഡുകളെല്ലാം ഇതിനകത്തുണ്ട്. ഈ ട്രേഡിൽ ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ട്രേഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പാർട്ട് ബിയിൽ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് CBAT ആണ്. ഇതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇതിനകത്തൊക്കെ എടുക്കുന്നത് 8 ടൈംസ്. ഞാൻ നേരത്തെ 2 ടൈംസ് ആണ് പറഞ്ഞത്, 2 ടൈംസ് അല്ല, 8 ടൈംസ് ആണ്. 8 ടൈംസ് വാക്കൻസി എടുക്കും. എവിടെ നിന്ന്? CBT 2 നിന്നും ആളെ എടുത്തിട്ടാണ് CBATയിലേക്ക് വരുന്നത്. ഇനി CBAT എന്ന് പറയുന്നത് ഒരു സൈക്കോളജി ടെസ്റ്റാണ്. ഈ സൈക്കോളജി ടെസ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് 5 ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. 5 ടെസ്റ്റുകളിൽ നിന്ന് ഓരോ ടെസ്റ്റിനും 50 മാർക്കായിരുന്നു അതിൻ്റെ T-സ്കോർ എന്ന് പറയുന്നത്. ആ ഓരോ ടെസ്റ്റിനും നിങ്ങൾക്ക് 42 മാർക്ക് മിനിമം ഇതിന് കിട്ടണം. 42 മാർക്ക് മിനിമം വേണം. 50-ൽ 42, അതായത് 5 സെറ്റ് കാര്യങ്ങളുണ്ടാവും, 5 സെറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും.
ആ 5 സെറ്റിൽ നിന്നും ഓരോ സെറ്റിൽ നിന്നും 42 കിട്ടണം. മൊത്തത്തിലല്ല, ഓരോ സെറ്റിനും സെപ്പറേറ്റ് 42 ടി സ്കോർ കിട്ടണം. അതിൽ മാർക്ക് എന്നല്ല പറയാം, ടി സ്കോർ എന്നാണ് പറയാം. അപ്പോൾ ആ ടി സ്കോർ ഓരോ സെറ്റിനും, നിങ്ങൾ ഒരു സെറ്റിന് നിങ്ങൾക്ക് 42 ടി സ്കോർ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഔട്ടാവും. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് CBAT എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജിൽ വരുന്ന ഇതാണ്. അപ്പോൾ CBATക്ക് പോകുന്നതിന് മുമ്പായിട്ട് മറ്റു ചില കാര്യങ്ങൾ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന്, വിഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. കാരണം CBATക്ക് പോകുന്നതിന് മുമ്പ് മെഡിക്കലിന് മുമ്പുള്ള സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷന് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലെന്ന് നിങ്ങളൊരു ഡിക്ലറേഷൻ കൊടുക്കണം. അതാണ് വിഷൻ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊരു ഐ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് ആ ഐ ഹോസ്പിറ്റലിലെ ആളെ കൊണ്ട്, ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട്, ഒരു ഡോക്ടറിനെ കൊണ്ട് അത് ഫില്ല് ചെയ്യിച്ച് നിങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ സ്വമേധയാ കണ്ണ് ടെസ്റ്റ് ചെയ്ത് അത് ഫില്ല് ചെയ്തിട്ട് ആ ഫില്ല് ചെയ്ത ഫോമുമായിട്ട് വേണം നിങ്ങൾക്ക് ഈ CBAT അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ. റെഡി? അപ്പോൾ ഈ CBATയുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ RDSOയുടെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ CBATയുടെ എന്താണ് ആ CBAT എന്നുള്ളത് മനസ്സിലാവും. CBAT ഒരു പക്ഷേ നിങ്ങൾ ആദ്യം കാണുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് CBAT എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇനി CBATയുടെ ക്വാളിഫിക്കേഷൻ മാർക്ക് പറഞ്ഞു ടി സ്ക്വയർ ഇൻ ഈച്ച് ടെസ്റ്റ് ബാറ്ററി. സെപ്പറേറ്റ് ആയിട്ട് 5 ടെസ്റ്റുകളാണ് ഉണ്ടാവുക. 5 ടെസ്റ്റുകളിൽ നിന്നും 5 ടെസ്റ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഓരോ ടെസ്റ്റിനും 5നും ഓരോന്നിനും 50 മാർക്കാണ് ഉണ്ടായിരുന്നത്, 50 ടി സ്കോർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 42 ടി സ്കോർ നിങ്ങൾക്ക് കിട്ടണം. അതായത് അത്രയും നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. ഇനി ഇതിന്റെ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു പാർട്ട് എ, CBT 2ലെ പാർട്ട് എയും CBATയും വെച്ചിട്ടാണ്. അത് 70:30 റേഷ്യോയിലാണ്. അതായത് 70% മാർക്ക് എടുക്കുന്നത് CBT 2ലെ പാർട്ട് എയിൽ നിന്നും 30% മാർക്ക് എടുക്കുന്നത് CBATയിൽ നിന്നാണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഫൈനൽ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. എടി ആ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ നിന്നും ഈക്വൽ നമ്പർ ആളുകളെ അടുത്ത സ്റ്റേജിലേക്ക് വിളിക്കും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതല്ല, സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ സമയത്ത് ഒരുപാട് ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യാനില്ല. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ് നമുക്ക് ഡോക്യുമെന്റുകളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതല്ല ഡിപ്ലോമയാണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, BTech ആണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ OBC സർട്ടിഫിക്കറ്റ്, എക്സെപ്റ്റ് SC ST കാറ്റഗറി ആളുകൾക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ബട്ട് ബാക്കിയുള്ള ആളുകൾക്കൊന്നും മറ്റ് സർട്ടിഫിക്കറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഇപ്പം നിങ്ങൾ ഈ റിസർവേഷൻ ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങൾ OBCയിൽ നോൺ ക്രീമിലിയർ കാറ്റഗറി പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിസർവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് വേണം, നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് വേണം. അപ്ലിക്കേഷൻ സമയത്തുള്ള നോൺ ക്രീമിലിയർ. അപ്പോൾ മതി എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് നിങ്ങളുടെ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉള്ള നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കുക. 6 മാസം കൂടുമ്പോൾ അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. 6 മാസം കൂടുന്നതിനനുസരിച്ച് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ് ടു ടിൽ ദ ലാസ്റ്റ് മൊമെന്റ്. കാരണം കഴിഞ്ഞ വർഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അവർ ചോദിച്ചത് അപ്ലിക്കേഷൻ സമയത്തുള്ള നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് OBCക്കാർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് സർട്ടിഫിക്കറ്റ്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ അതെല്ലാം നിലവിൽ ഇപ്പോൾ ഉള്ളത് സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്തു വയ്ക്കുക. ഇനി കാൻഡിഡേറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് വാക്കൻസീസ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഇൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഈക്വൽ ആളുകളെയാണ് ഷോർട്ട് ലിസ്റ്റിൽ വരിക. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തിനയക്കും? മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് അയക്കും. അത് റെയിൽവേ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് നടക്കുക. ഏത് RRB ആണോ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ RRBയെ അടുത്ത ആ സോണിലുള്ള ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക്, റെയിൽവേ ഹോസ്പിറ്റലിലേക്ക് നിങ്ങളെ റെഫർ ചെയ്യും. അവിടെ നിന്ന് നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസം എടുത്തിട്ടായിരിക്കും ആ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവുക. ആ മെഡിക്കൽ ടെസ്റ്റിൽ ഞാൻ പറഞ്ഞു ഫിസിക്കൽ ടെസ്റ്റ് അല്ല, അത് മെഡിക്കൽ ടെസ്റ്റ് ആണ്. ദെൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ വെബ്സൈറ്റിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനൊരു മൊബൈൽ നമ്പർ വേണം, അതിനൊരു ഇമെയിൽ ID വേണം. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സുകളെല്ലാം ചെയ്യുക. ആപ്ലിക്കേഷനിൽ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി ഫില്ല് ചെയ്യുക, തെറ്റ് വരുത്താതെ നോക്കുക. ഒരു തെറ്റിന് നിങ്ങൾ 250 രൂപ എക്സ്ട്രാ അടയ്ക്കണം. ഇത് റീഫണ്ടബിൾ അല്ല. നിങ്ങൾക്ക് എക്സാം ഫീ റീഫണ്ടബിൾ ആണെങ്കിൽ കൂടെ ഈ ഒരു തെറ്റിന് വേണ്ടി നിങ്ങൾ അടയ്ക്കുന്ന പൈസ റീഫണ്ടബിൾ അല്ല. അതുകൊണ്ട് തെറ്റ് വരുത്താതെ ചെയ്യാൻ നോക്കുക. ഇനി ഏതെങ്കിലും ഒരു RRB മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. 2 RRB സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. ഇനി ആപ്ലിക്കേഷൻ സമയത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സൈസ് 30 KB-ക്കും 70 KB-ക്കും ഇടയിലുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫോട്ടോഗ്രാഫ്. നിങ്ങൾ ഗ്ലാസ് ഇടരുതെന്ന് കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഗ്ലാസ് ഇടുന്നത് കണ്ണിന്റെ പ്രശ്നം കൊണ്ടല്ല, നിങ്ങൾ പ്ലെയിൻ ഗ്ലാസ്സുകൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടെ ഗ്ലാസ് ഇല്ലാത്ത ഫോട്ടോ വേണം യൂസ് ചെയ്യാൻ. നിങ്ങൾ കണ്ണിന് എന്തെങ്കിലും വിഷനിലുള്ള പ്രോബ്ലം കൊണ്ട് ഗ്ലാസ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എലിജിബിളേ അല്ല.
നിങ്ങൾ പ്ലെയിൻ ഗ്ലാസ് വെക്കുന്ന, സ്ഥിരമായി പ്ലെയിൻ ഗ്ലാസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ പ്ലെയിൻ ഗ്ലാസ് ഇല്ലാത്ത ഫോട്ടോ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫോട്ടോ പിന്നീട് നിങ്ങൾക്ക് റീപ്രിന്റ് ചെയ്യാനും പറ്റണം. കാരണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇതേ ഫോട്ടോയാണ്. ഒരേ ഫോട്ടോ തന്നെ നിങ്ങൾ എല്ലാ CBT 1-നും 2-നും 3-ക്കും, ഫസ്റ്റ് CBTക്കും സെക്കൻഡ് CBTക്കും അതേപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതിനിടയിലുള്ള സൈക്കോളജി ടെസ്റ്റിനും മെഡിക്കൽ ടെസ്റ്റിനും ഒക്കെ ഒരേ ഫോട്ടോ നിങ്ങൾ വീണ്ടും 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 സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓരോ തവണയും നിങ്ങൾ റീപ്രിന്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതൊരു മിനിമം 12 കോപ്പി എങ്കിലും നിങ്ങളുടെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ടായിരിക്കണം, അതേ ഫോട്ടോ ഉണ്ടായിരിക്കണം, ഫോട്ടോ മാറാൻ പാടില്ല. ഇനി സൈന് 30 KB-ക്കും 70 KB-ക്കും ഇടയിലുള്ള ഒരു JPG ഇതിൽ ഒരു പേപ്പറിനകത്ത് നിങ്ങൾ സൈൻ ചെയ്യുക. ആ പേപ്പറിനകത്ത് നിങ്ങൾ സൈൻ ചെയ്തിട്ട് ആ സൈൻ ചെയ്തത് ഒരു സ്കാൻ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ SC/ST കാറ്റഗറിക്ക് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അത് ട്രാവൽ പാസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് SC/ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ട്രാവൽ പാസ് കിട്ടും. ആ ട്രാവൽ പാസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞത്. മൊത്തം 21 RRB ഉണ്ടെന്ന് പറഞ്ഞു. ആ 21 RRBയുടെയും വെബ്സൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് RRBയിലെ ഒറിജിനൽ വെബ്സൈറ്റിൽ മാത്രം പോയി നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഒരുമിച്ച് ഒരു സെപ്പറേറ്റ് വേറെ ലിങ്ക് വരും. പക്ഷേ എല്ലാ RRBയുടെ സൈറ്റിലും നിങ്ങളുടെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഏത് RRB ആണോ അപ്ലൈ ചെയ്യുന്നത് ആ RRBയിലേക്കുള്ള ലിങ്ക് RRBയിലെ സൈറ്റിൽ കയറി മാത്രം അപ്ലൈ ചെയ്യാം. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. മീഡിയം ഓഫ് എക്സാമിനേഷൻ, നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക ഇംഗ്ലീഷ് ആണ്. ഇതിൻ്റെ ബേസിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഫസ്റ്റ് ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജ് 13 റീജിയണൽ ലാംഗ്വേജിൽ ഈ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്താലും ആ റീജിയണൽ ലാംഗ്വേജിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമായിട്ടായിരിക്കും. നിങ്ങൾ മലയാളം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലും നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ബട്ട് മലയാളത്തിലെ ലാംഗ്വേജിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു ട്രാൻസ്ലേറ്റർ വെച്ച് ചെയ്തതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് ഇംഗ്ലീഷിൽ എന്താണോ ആ ക്വസ്റ്റ്യൻസ് പ്രിന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. അല്ലാതെ മലയാളത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻസ് അവർ കൺസിഡർ ചെയ്യില്ല. ക്വസ്റ്റ്യൻ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് ട്രാൻസ്ലേറ്റർ ഏതാണോ അതനുസരിച്ച് ചിലപ്പോൾ ക്വസ്റ്റ്യനിലോ ചില വാക്കുകളിലോ മാറ്റം വന്നേക്കാം. ആ മാറ്റം നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്താൽ ബട്ട് എന്താണോ ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്തത് അതാണ് അവർ കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് കിട്ടും. ബട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോൾ മലയാളം ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് അതാണ് ബെസ്റ്റ്. പക്ഷേ എന്തായാലും മലയാളം ചൂസ് ചെയ്യുമ്പോൾ മലയാളത്തിലെ ക്വസ്റ്റ്യൻ കിട്ടുന്നുള്ള പേജാറൊന്നും വേണ്ട. ഇംഗ്ലീഷുള്ള ക്വസ്റ്റ്യൻസും പ്ലസ് മലയാളം ക്വസ്റ്റ്യനും കിട്ടും. ഇനി അതാണ് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ് എല്ലാ സർട്ടിഫിക്കറ്റും വെരിഫൈ ചെയ്യുക. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത്. അതിൻ്റെ 2 കോപ്പി ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. അതൊക്കെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ വരും. എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, എത്രയൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് അവർ തരും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ CBT 1, CBT 2, CBAT ഈ 3 സ്റ്റേജിലും നിങ്ങൾക്ക് ഒരു ഹാൾ ടിക്കറ്റ് ഉണ്ടാവും. ഈ ഹാൾ ടിക്കറ്റിൽ ഒരു ഫുൾ പേജ് ഹാൾ ടിക്കറ്റ്, ഹാഫ് പോർഷൻ ഹാൾ ടിക്കറ്റ്. ഒരുപക്ഷെ നിങ്ങൾ RRBയുടെ എക്സാം അല്ലെങ്കിൽ SSCയുടെ എക്സാം ഒക്കെ എഴുതിയ ആളുകൾക്കറിയാം. ഹാൾ ടിക്കറ്റ് വന്ന ശേഷം നമ്മുടെ ഹാൾ ടിക്കറ്റിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ നമ്മൾ ഒരു എക്സ്ട്രാ ഫോട്ടോ ഒട്ടിക്കുകയും അതിൽ നമ്മൾ സൈൻ ചെയ്യുകയും തമ്പ് ഇംപ്രഷൻ എടുക്കുകയും അതിനകത്ത് നമ്മളെ കൊണ്ട് നമ്മുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് അവർ അതിൽ എഴുതിക്കുകയും ചെയ്യും. ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ തന്നെയാണ് ആ എക്സാം എഴുതിയത് എന്ന് അവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹാൾ ടിക്കറ്റിനകത്ത് വളരെ കുഞ്ഞായിട്ടൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടാവും, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിയുന്നത് വരെ നിങ്ങളുടെ ഈ ഹാൾ ടിക്കറ്റ് കളയാൻ പാടില്ല എന്നുള്ളത്. ആ ഹാൾ ടിക്കറ്റ് നിങ്ങൾ കളയാൻ പാടില്ല. ആ ഹാൾ ടിക്കറ്റ് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം, സൂക്ഷിച്ചു വെക്കണം. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ അപ്പോയിൻമെന്റ് ഓർഡർ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ആ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളെടുത്ത് ആ ഹാൾ ടിക്കറ്റ് ചോദിക്കും. ഓരോ എക്സാമിന്റെ ഹാൾ ടിക്കറ്റും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. CBT 1ന്റെ ഹാൾ ടിക്കറ്റിന്റെ ഹാഫ് പോർഷൻ അതിൽ നിങ്ങൾക്ക് ഒരു സീൽ അടിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ CBT 1, CBT 2 അതേപോലെ തന്നെ ഡോക്യുമെന്റ് CBAT 3 എക്സാമിന്റെയും ഹാൾ ടിക്കറ്റിന്റെ ഹാഫ് പോർഷൻ നിങ്ങൾക്ക് കയ്യിൽ തരും. ബാക്കി ഹാഫ് പോർഷൻ അവരെടുക്കും. എന്നിട്ട് ഇത് രണ്ടും അവിടുന്ന് മാച്ച് ചെയ്യും. അതേപോലെ തന്നെ അവിടുന്ന് ഓരോ എക്സാമിനും നിങ്ങൾ എഴുതിയ ഈ പാരഗ്രാഫ് അത് അങ്ങനെ തന്നെ നിങ്ങളെ കൊണ്ട് റീറൈറ്റ് ചെയ്യിപ്പിക്കും.
ടു ചെക്ക് യുവർ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എഴുതി. ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല, ഇത് വളരെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ അവരുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആ സമയത്തൊന്ന് നിങ്ങളെ ടെൻഷൻ ആക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് എൻ്റെ അടുത്ത് ഹാൾ ടിക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എഴുതിയ സമയത്ത് പേന മാറിപ്പോയതുകൊണ്ട് അങ്ങോട്ട് ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ ആ സമയത്തൊന്ന് അവരൊരു ഇതിൽ നിർത്തുമെങ്കിലും അത് എന്തല്ല, ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. ബട്ട് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത്. അതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ആണ്. ഓരോ എക്സാമിനും നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്, ബയോമെട്രിക് എല്ലാം എടുക്കും. ഫിംഗർ പ്രിന്റും ഐറിസും എടുക്കും. ഇത് രണ്ടും കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാം. അതെല്ലാം കൃത്യമായിട്ട് എടുക്കുക തന്നെ ചെയ്യും. എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. എങ്കിൽ കൂടെ നിങ്ങൾ അതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. ഈ പറഞ്ഞ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കുകയും ചെയ്യുക അപ് ടു ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിയുന്നത് വരെ. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ഇനി നമ്മളുടെ ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ ടേബിൾ നോക്കുക. ക്വാളിഫിക്കേഷനിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആൾക്ക് ഇത് സ്യൂട്ടബിൾ അല്ല, ഈ എക്സാം എഴുതാൻ പറ്റില്ല. ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മെട്രിക്കുലേഷൻ പ്ലസ് ITI ആണ്. മെട്രിക്കുലേഷൻ പ്ലസ് ITI, എന്നെങ്കിൽ NCVT അല്ലെങ്കിൽ SCVT, അതായത് NCVTയോ അല്ലെങ്കിൽ SCVTയോ സർട്ടിഫിക്കറ്റ് മതി മിനിമം. ഇതാണ് മിനിമം ക്വാളിഫിക്കേഷൻ. അത് സ്പെസിഫൈ ചെയ്ത് ട്രേഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫിറ്റർ, ഇലക്ട്രീഷ്യന്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്ക്, മിൽറൈറ്റ് മെയിൻ്റനൻസ് മെക്കാനിക്കൽ, അതായത് MRTV, ഇലക്ട്രോണിക് മെക്കാനിക്ക്, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്ക്, ആർമേച്ചർ കോയിൽ വൈൻഡർ, ഡീസൽ മെക്കാനിക്ക്, ഹീറ്റ് എഞ്ചിന്, ടർണർ, മെഷീനിസ്റ്റ്, R&AC, ഈ പറഞ്ഞ ട്രേഡുകളിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെട്രിക്കുലേഷൻ പ്ലസ് ഈ ട്രേഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ട്രേഡുകളിലുള്ള അപ്രന്റീസ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് അപ്രന്റീസ് ആക്ട് പ്രകാരമുള്ള അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് SSLCയോട് കൂടെ ഏതെങ്കിലും ഒരു ഡിപ്ലോമ, ഏതെങ്കിലും ഡിപ്ലോമയല്ല, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഈ 4 ട്രേഡിലുള്ള ഓട്ടോമൊബൈലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സിലോ മെക്കാനിക്കലോ ഉള്ള ഇതുണ്ടെങ്കിൽ, ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനുള്ള ഏതെങ്കിലും ഒരു ITIയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ITI എന്ന് പോരാ, അതിന് ഇത് അംഗീകാരമുള്ള ഒരു ITIയിൽ നിന്നും കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പ്രധാനമായിട്ട് നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എലിജിബിൾ ആണ്. ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് മേലെയോ നിങ്ങളൊരു BTech ഹോൾഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു MTech ഹോൾഡർ ആണെങ്കിൽ, ഈവൻ ദോ ഇതിൽ കൂടെ നിങ്ങൾക്ക് ഒരു PhD കൂടെ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ഇന്നെലിജിബിൾ അല്ല. കാരണം ഇത് സ്പെസിഫൈ ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം ചില കേരള PSC, കേരള ഹൈക്കോടതിയിൽ നടക്കുന്ന കേസുകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഡിപ്ലോമ ബേസിൽ ITI എക്സാമുകൾക്ക് ഡിപ്ലോമ ബേസിൽ ആൾക്ക് എഴുതാൻ പറ്റില്ല, BTechക്കാർക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ എക്സാം അങ്ങനെയല്ല. ഈവൻ ദോ നിങ്ങൾ എത്ര ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കൂടെ ITയുടെ മേലുള്ള ഈ പറഞ്ഞ സ്പെസിഫൈ ചെയ്ത ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും പ്രശ്നമല്ല. കഴിഞ്ഞ റിക്രൂട്ട്മെന്റിൽ ഒരുപാട് പേര് MTechക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. അത് ഞാൻ കുറച്ച് BTech ആണെങ്കിൽ ITI ഇല്ലല്ലോ, എനിക്ക് ഡിപ്ലോമ ഇല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത കാര്യം, ഇതിൻ്റെ RRBയിലുള്ള വാക്കൻസിയാണ്. നമ്മൾ 5696 വാക്കൻസിയാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. മൊത്തം 21 RRB ആണുള്ളത്. ഈ മൊത്തം 21 RRBയുടെ ലിസ്റ്റാണ് ഈ പേജിൽ കൊടുത്തിരിക്കുന്നത്. ഈ 21 RRBയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള RRBകളാണ്. നമ്മളുടെ ഏറ്റവും അടുത്തുള്ള RRB എന്ന് പറയുന്നത് തിരുവനന്തപുരം RRB ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം, കേരളത്തിലെ റെയിൽവേ സംവിധാനം എന്ന് പറയുന്നത് വളരെയധികം ഇതുള്ള ഒരു അല്ല കാര്യമല്ല. അത് ഒരുപാട് നെറ്റ്വർക്കുകളൊന്നുമുള്ള ഒരു ഏരിയ അല്ല നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ ഇവിടെ വാക്കൻസി വളരെ കുറവാണ്. 70 വാക്കൻസികൾ മാത്രമേ തിരുവനന്തപുരം RRBയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് പാലക്കാട് വേണം അല്ലെങ്കിൽ തിരുവനന്തപുരം തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ അപ്ലൈ ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ തിരുവനന്തപുരം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പാലക്കാടും തിരുവനന്തപുരം തന്നെ കിട്ടണം എന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഒരുപക്ഷെ നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത് മധുരയിലായിരിക്കാം, അതല്ലെങ്കിൽ ഈറോഡായിരിക്കാം, അതല്ലെങ്കിൽ സേലത്തായിരിക്കാം. അതൊക്കെ അവരുടെ അവരുടെ ഡിസിഷൻസ് ആണ്. അത് നിങ്ങൾക്ക് എനിക്ക് പാലക്കാട് തന്നെ വേണം, ഞാൻ തിരുവനന്തപുരത്താണ് എഴുതിയത്, എനിക്ക് പാലക്കാട് ഡിവിഷൻ തന്നെ വേണം അല്ലെങ്കിൽ തിരുവനന്തപുരം ഡിവിഷൻ തന്നെ വേണം എന്ന് നിങ്ങൾക്ക് പറയാനൊന്നും പറ്റില്ല. എങ്കിലും തിരുവനന്തപുരം ഡിവിഷനിൽ, സദൺ റെയിൽവേയിലെ തിരുവനന്തപുരം ഡിവിഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 70 വാക്കൻസിയാണ്. ഇനി തൊട്ടടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ ഡിവിഷനാണ്. അതായത് തെക്കുള്ള ആളുകൾക്ക് തൊട്ടടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് സദൺ റെയിൽവേയുടെ തന്നെ ചെന്നൈ ഡിവിഷനാണ്. ഇവിടെ 148 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് 148 വാക്കൻസിയാണ് ചെന്നൈ RRBയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ മധുര, സേലം, ഈറോഡ്, ആ ചെന്നൈ, തമിഴ്നാട് ഭാഗങ്ങളിലുള്ള
ഡിവിഷനുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഇവിടെ നിന്നാണ്. ഇനി സദേൺ റെയിൽവേ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേയിൽ നിങ്ങൾ എവിടെയാണോ അപ്പോയിന്റ്മെന്റ് ആവുന്നത്, ഏത് ഡിവിഷനിലാണോ അപ്പോയിന്റ്മെന്റ് ആവുന്നത്, ആ ഡിവിഷനിൽ മിനിമം നിങ്ങൾ 10 വർഷം, 5 അല്ലെങ്കിൽ 10 എന്നാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. പക്ഷേ റെയിൽവേ ബോർഡിന്റെ പുതിയ ലെറ്റർ പ്രകാരം 10 വർഷം അവിടെ മിനിമം വർക്ക് ചെയ്താൽ ശേഷം മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു ഡിവിഷനിലേക്ക് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സ്പൗസ് കോട്ട ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യണം. അപ്പോൾ 10 വർഷം അവിടെ വർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 5/10 എന്ന് പറയാൻ കാരണം, ഇത് സപ്പോസ് നിങ്ങൾ സദേൺ റെയിൽവേ തന്നെയാണെങ്കിൽ സദേൺ റെയിൽവേയിലെ ഒരു ഡിവിഷനിൽ നിന്നും സദേൺ റെയിൽവേയിലെ മറ്റൊരു ഡിവിഷനിലേക്ക് പോകാൻ നിങ്ങൾക്ക് 5 വർഷത്തെ എലിജിബിലിറ്റി മതി. നേരത്തെ അത് 3/5 ആയിരുന്നു, ഇപ്പോൾ അത് 5/10 ആക്കി. അത് 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ചെന്നൈ ഡിവിഷനിലെ എവിടെയെങ്കിലും, ചെന്നൈ RRBയിലെ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ, സദേൺ റെയിൽവേയുടെ തന്നെ ഡിവിഷനിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും സോണിലാണുള്ളതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 വർഷമാകും. അപ്പോൾ ചെന്നൈ അപ്ലൈ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞാൽ പാലക്കാടേക്കോ തിരുവനന്തപുരത്തേക്കോ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ മുമ്പിലും ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. പക്ഷേ അവിടെയുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വാക്കൻസി വളരെ കുറവാണ്, 148 വാക്കൻസി ഉള്ളൂ. ഇനി തൊട്ടടുത്ത ഈ നോർത്ത് കേരളയിലുള്ള ആളുകൾക്ക് തൊട്ടടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഡിവിഷനാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ബാംഗ്ലൂർ ഡിവിഷനാണ്. അതായത് മൈസൂർ, ബാംഗ്ലൂർ, ഹുബ്ലി, ഈ 3 ഡിവിഷനിലേക്ക്, കർണാടകയിലെ ഈ 3 ഡിവിഷനിലേക്ക് ഉള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ബാംഗ്ലൂർ ഡിവിഷനാണ്. ബാംഗ്ലൂർ RRB ആണ്. ബാംഗ്ലൂർ RRB നല്ലൊരു വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 473 വാക്കൻസി ബാംഗ്ലൂർ RRBയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 ഡിവിഷനിലായിട്ട് ബാംഗ്ലൂർ ഡിവിഷനിൽ 473 വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു വാക്കൻസി ഉണ്ട് ഇതിനകത്ത്. കർണാടകയിലാണ്, മൈസൂരാണ്, ബാംഗ്ലൂരാണ്, ഹുബ്ലിയിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരിക. ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് 1 വേ ട്രാൻസ്ഫർ അടിച്ച് വരണമെന്നുണ്ടെങ്കിൽ 10 വർഷം കഴിയണം എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫറിനെ പറ്റി ഒന്ന് ആലോചിക്കേണ്ട, അതൊക്കെ നിങ്ങൾ സർവീസ് കയറിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ 473 വാക്കൻസി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കോമ്പറ്റീഷൻ കുറച്ച് കുറയും, അതനുസരിച്ച് ആപ്ലിക്കേഷനും കൂടും കേട്ടോ. ഇനി കുറച്ചും കൂടെ നമ്മൾ മേലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന 2 ഡിവിഷനുകളാണ്. ഒന്ന് സെക്കന്ദരാബാദ്, ഇത് ആന്ധ്ര, മുംബൈ, മഹാരാഷ്ട്ര. ഇത് ആന്ധ്രയിലാണ്, ഇത് മഹാരാഷ്ട്രയിലാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലേക്കും അതേപോലെ തന്നെ സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്കും വിജയവാഡ, ഗുണ്ടക്കൽ, സെക്കന്ദരാബാദ് പോലെയുള്ള ഡിവിഷനുകളിലേക്കുള്ള, ഹൈദരാബാദ് ഇതിലുള്ള ഡിവിഷനുകളിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് സെക്കന്ദരാബാദ് ഡിവിഷനാണ്. സെക്കന്ദരാബാദ് RRB ആണ്. സെക്കന്ദരാബാദ് RRB നല്ലൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 സോണിലും കൂടെ ആയിട്ട് ഏകദേശം 559ഉം 758 വാക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെക്കന്ദരാബാദ് RRB ആണെന്നാണ് എൻ്റെ ഓർമ്മ. റെഡി? അപ്പോൾ സെക്കന്ദരാബാദിൽ നല്ല ഒരു വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ തവണ സെക്കന്ദരാബാദിൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് മുംബൈ RRB ആണ്, കുറച്ചും കൂടെ മേലെയുള്ള RRB. മുംബൈ RRB 3 സോണിലേക്കാണ് എക്സാം നടത്തുന്നത്. ഒന്ന് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഗുണ്ടക്കൽ പോലെയുള്ള ഡിവിഷനിലേക്കുള്ള, ഗുണ്ടക്കൽ ഗുത്തി പോലെയുള്ള ഡിവിഷനിൽ കുറച്ച് പോർഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്നത് മുംബൈയുടെ ഈ എൻഡിൽ, നമ്മുടെ മധ്യപ്രദേശ് എൻഡിലേക്ക് പോകുന്ന സമയത്തുള്ള ഏരിയകളൊക്കെ വെസ്റ്റേൺ റെയിൽവേയിലാണ് വരിക. പിന്നെ സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്നത് മുംബൈ ഡിവിഷൻ, പൂനെ ഡിവിഷൻ, സോളാപൂർ ഡിവിഷൻ, ഇങ്ങനെ 3 ഡിവിഷനാണ് സെൻട്രൽ റെയിൽവേയുടെ അണ്ടറിൽ വരുന്നത്. ഈ സെൻട്രൽ ഇതും നമ്മുടെ ഏകദേശം മഹാരാഷ്ട്രയാണ്. ഇത് 3 മുംബൈ, പൂനെ, സോളാപൂർ എന്ന് പറയുന്നത്. ഈ 3 ഡിവിഷനിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മുംബൈ RRB ആണ്. ഇത് 3ഉം കൂടെ ആയിട്ട് ഏകദേശം 410, 510, 520, 550ഓളം വാക്കൻസി മുംബൈ RRBയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് റീജിയനിൽ, ഇന്ത്യയുടെ സൗത്ത് റീജിയനിൽ വാക്കൻസി കുറവാണ്. കുറച്ചും കൂടെ മേലേക്ക് പോകുന്നതിനനുസരിച്ച് വാക്കൻസി കൂടും. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വാക്കൻസി ഒക്കെ കുറവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ബിലാസ്പൂരാണ് 1192. ഇതൊക്കെ ബിലാസ്പൂരിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സെൻട്രൽ റെയിൽവേ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മധ്യപ്രദേശിന് കുറച്ച് മേലെയുള്ള ആ റീജിയനിലും കുറച്ച് കിട്ടും. മധ്യപ്രദേശ് കഴിഞ്ഞിട്ടുള്ള റീജിയനിൽ നിങ്ങൾക്ക് കിട്ടും. ബട്ട് SC സൗത്ത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ആ എൻഡിലേക്ക് പോകും. റൈറ്റ് മേലെ കൊൽക്കത്ത, ആ ഭാഗത്തൊക്കെ കൊൽക്കത്തക്ക് വേറെ RRB ഉണ്ട്, അങ്ങനെ മേലെ നിങ്ങൾ പോകും. അപ്പോൾ അത് നിങ്ങൾ ദൂരേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അതാത് RRBകൾ അപ്ലൈ ചെയ്യാം. ഇങ്ങോട്ടൊക്കെ നിങ്ങൾ പോകുന്നതിനനുസരിച്ച് കോമ്പറ്റീഷൻ കുറയോ കൂടുമോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. കാരണം ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ ദി ആപ്ലിക്കേഷൻ ആൻഡ് ഓരോരുത്തർ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നു, എത്രത്തോളം ട്രാക്കിൽ എത്രത്തോളം അത് എഫേർട്ട് എടുത്തിട്ട് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നു ഒക്കെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ RRBയുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഈ അടുത്തുള്ള RRBകളുടെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേറെ മേലെ RRBകളിലേക്ക് പോകണം, അതല്ല വെസ്റ്റേൺ റെയിൽവേയിൽ ഏതൊക്കെ ഡിവിഷനിലേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുക, ഇങ്ങനെ മൊത്തം കാര്യങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കമൻസിൽ ഇടുകയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെലക്ഷൻ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ RRB സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് RRBയിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഒക്കെ വരിക. അപ്പോൾ RRB സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വളരെ കാര്യതയും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് അനക്സുകൾ കൊടുത്തിട്ടുണ്ട്. SC/ST കാൻഡിഡേറ്റ്സ് ഇപ്പോൾ ചെയ്യേണ്ട നമ്മളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ അനക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തിട്ട് നിങ്ങളുടെ കൺസേൺ അതോറിറ്റിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിലെല്ലാം ഈ ഡിസ്ട്രിക്ട് വഴി അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം എടുക്കുന്നത്. ഇപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഇതിന് വാലിഡ് ആണ്. ഇത് തന്നെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയി സൈൻ ചെയ്യിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് എടുക്കാം. പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം സൈൻ ചെയ്യുന്നത് താലൂക്ക് ഓഫീസർ ആയിരിക്കണം. വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം വില്ലേജ് ഓഫീസറുടെ പരിധിയിൽ വരുന്നതല്ല സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് വരുന്നത് താലൂക്ക് ഓഫീസറുടെ അതല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹെഡിന്റെ താലൂക്ക് ഓഫീസറുടെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹെഡിന്റെ അതോറിറ്റിയിൽ വരുന്നതാണ്. അതുകൊണ്ട് മിനിമം താലൂക്ക് ഓഫീസർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ തന്നെ വേണം ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് OBCക്ക് വേണ്ട നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ടത് വില്ലേജ് ഓഫീസർ അല്ല, ഇത് സൈൻ ചെയ്യേണ്ടത് താലൂക്ക് ഓഫീസറാണ്. എന്താണ് പർപ്പസ് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാം ഇത് റെയിൽവേയിലേക്കുള്ളതാണ്, സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ളതാണ്, അതുകൊണ്ട് താലൂക്ക് ഓഫീസിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യണം. താലൂക്ക് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അപ്ലിക്കേഷൻ ചെയ്യണം. അത് വില്ലേജ് ഓഫീസറിൽ നിന്നും ആക്സെപ്റ്റബിൾ അല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കണം. കഴിഞ്ഞ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ആ അപ്ലിക്കേഷൻ വിളിച്ച സമയത്തുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും ആ സമയത്തുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമാണ് അവർ ഡിമാൻഡ് ചെയ്തത്. ഇനി സെൽഫ് ഡിക്ലറേഷൻ, അതായത് OBC കാൻഡിഡേറ്റ്സ് ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി, വേറെ ഓഫീസേഴ്സ് ആരെ കൊണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പ്രിന്റ് എടുത്തിട്ട് ഇതൊന്നും ഇപ്പം ചെയ്യേണ്ടതല്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തും അതേപോലെ CBATക്ക് 3 പോകുന്ന സമയത്തും നമ്മൾ CBAT 3യുടെ കേസ് പറഞ്ഞിരുന്നു. അവിടെ നമ്മളൊരു വിഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ വിഷൻ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റും ഇതിനകത്തുണ്ട്. ഇതാണ് വിഷൻ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ്. ഇതാണ് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് ഈ പേജ് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് ഒരു ഓപ്റ്റോമെട്രിസ്റ്റിന് എടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി ഐ സ്പെഷ്യലിസ്റ്റിന് അടുത്ത് പോയിട്ട് നിങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ഡോക്ടർ ഇതിനകത്ത് വെരിഫൈ ചെയ്യണം. ആ ഡോക്ടർ സീൽ ഓഫ് ഐ സ്പെഷ്യലിസ്റ്റിനകത്ത് വെരിഫൈ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവേണം നിങ്ങൾ ഇതിനു വേണ്ടി പോകാൻ. അപ്പോൾ അതും ഈ രണ്ട് സർട്ടിഫിക്കറ്റും ഐ സർജറി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിങ്ങളുടെ ഡിക്ലറേഷനും വിഷൻ സർട്ടിഫിക്കറ്റ് ഇത് CBAT 3ക്ക് വേണ്ടതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന്റെ ഫുൾ പേജ് 26 പേജുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലൊരു സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ ഡ്രൈവിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോണിലോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ അവസാനം വരെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മറ്റൊരു എക്സാമുകളും പോലെ എല്ലാ RRBയുടെ എക്സാം RRB വെരിഫിക്കേഷൻ പ്രോസസ്സുകളൊക്കെ അപ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനായി ബന്ധപ്പെട്ടത്. ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഡൗട്ട് ഉണ്ട്, ഈ RRB സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് RRB സെലക്ട് ചെയ്താൽ എനിക്ക് ഇന്ന ഡിവിഷൻ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. നമ്പർ എല്ലാവർക്കും അറിയാം വിചാരിക്കുന്നു. 9778139987 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആസ് പെർ ഫ്രീ ടൈം. ഇത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്സപ്പിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വേക്കൻസി കുറഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വേക്കൻസികൾ പിന്നീട് വന്നോളും. അതിലും വേണ്ട, നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതനുസരിച്ച് നമുക്കുള്ള വേക്കൻസി നമുക്ക് അവിടെ ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എനിവേ താങ്ക് യു.